എല്ലാവർക്കും നമസ്കാരം. കദളിപ്പഴം, കദളിപ്പഴം അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഒരുപാട് വരാറുണ്ടല്ലേ? ഇതൊരു രസമുണ്ട് കേട്ട് നോക്കിയാല് പെട്ടെന്നൊരു സുഖം ഉള്ള അനുഭവം തന്നെയാണ്. നമസ്കാരം സാർ. എനിക്ക് കണ്ണൻ്റെ അനുഭവം ആദ്യം കിട്ടിയത് കണ്ണൻ്റെ കദളിപ്പഴമായിരുന്നു ട്ടോ. പഴനിക്ക് പോയപ്പോൾ കണ്ണൻ്റെ അടുത്ത് ചെന്നിട്ടായിരുന്നു ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ബസ്സിലിരുന്നപ്പോൾ ചുമ്മാ മനസ്സിൽ പറഞ്ഞു, ഗുരുവായൂർ ചെല്ലുമ്പോൾ കണ്ണൻ്റെ കദളിപ്പഴം ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിലെന്ന്. ഞങ്ങൾ അകത്ത് തൊഴുത് പ്രദക്ഷിണം വയ്ക്കുവാൻ മുന്നോട്ട് നടന്നു ട്ടോ. അപ്പോൾ കുറച്ച് പ്രായമുള്ള ഒരാൾ കുട്ടയിൽ പഴവുമായി വന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്നെയാണോ എന്ന്. അതെ എന്ന് തലയാട്ടി. ഞാൻ ചെന്നു. ഒരു പഴം ആഗ്രഹിച്ച് എനിക്ക് ഒരു ചെറിയ പടലപ്പഴം തന്നു ട്ടോ. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്തു പഴം. പക്ഷേ എനിക്ക് മാത്രം പടലയോടെ പഴം തന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണാ, ഞാൻ പറഞ്ഞത് കേട്ടു അല്ലേ എന്ന്. ക്ഷേത്രത്തിലെ ജോലിക്കാരനാണ് പഴം വിളിച്ചു തന്നത് എന്ന് അന്ന് തോന്നിയിട്ടോ. എന്നാൽ എൻ്റെ കണ്ണൻ തന്നെയായിരുന്നു എന്ന് ത്രിമധുരം കാണാനും കേൾക്കാനും തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഈ പറഞ്ഞതിനേക്കാൾ വലിയ അനുഭവം ഉണ്ട് കേട്ടോ പറയാൻ. അത് അടുത്ത ദിവസം തന്നെ പറയാം. ഇത് കുറച്ച് വലിയ എഴുത്തായിപ്പോയി. സർ ചുരുക്കി വായിച്ചാൽ മതി കേട്ടോ. ഓം നമോ നാരായണായ. ഇതൊന്നും വലിയ എഴുത്തല്ല കേട്ടോ. ഇത് വളരെ ചെറിയ എഴുത്താണ്, പക്ഷേ വലിയൊരു അനുഭവം തന്നെയാണ്. കണ്ണൻ്റെ കദളിപ്പഴം പടലയോടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. ഒന്നും രണ്ടും ഒക്കെ എല്ലാവർക്കും കിട്ടൂലേ. ഇതൊക്കെയാണ് അനുഭവങ്ങൾ. നമ്മൾ അനുഭവങ്ങൾ തിരിച്ചറിയാൻ വളരെ വൈകിട്ടായിരിക്കും പല സമയത്തും നമ്മൾക്ക് കിട്ടിയത്. അയ്യോ, അത് കണ്ണൻ്റെ അനുഗ്രഹമായിരുന്നു അല്ലേ എന്ന് ഓരോരുത്തരും പറയുമ്പോഴാണ് നമ്മൾ റിവൈൻഡ് അടിച്ച് വളരെ വർഷങ്ങളുടെ പിറകിലേക്കൊക്കെ പോകും. അപ്പോഴാണ് നമുക്ക് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോഴാണ് നമ്മൾ എല്ലാവരിലേക്കും പങ്കുവെക്കുന്നത്. നിങ്ങൾ പറയുന്നു, ഞാനത് പങ്കുവെക്കുന്നു, എല്ലാവരും കേൾക്കുന്നു. അത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ കുറേ കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ.